നമസ്തേ. ADGP MR അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി PV അൻവർ രംഗത്ത്. സ്വർണ്ണക്കടത്തിലും പൊട്ടിക്കലിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ്റെ തിരോധാനത്തിലും എടവണ്ണ കൊലപാതക കേസ് അട്ടിമറിയിലുമുള്ള ADGPയുടെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങൾ തെളിവ് സഹിതമാണ് ഇടത് MLA നിരത്തിയത്. മാത്രമല്ല, തിരുവനന്തപുരം കവടിയാറിൽ അദ്ദേഹം പണി കഴിപ്പിക്കുന്ന നക്ഷത്ര ബംഗ്ലാവിൻ്റെ വിവരങ്ങളും പുറത്തു വന്നു. ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥൻ്റെ വഴിവിട്ട ഇടപാടുകൾ സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസും കാണാതെ പോയതാണോ? അതോ കണ്ടിട്ടും റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണോ? വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഒരു നാൾ പുറത്തറിയുമെന്ന സാമാന്യ ബോധം പോലും ഈ ഉദ്യോഗസ്ഥന് ഇല്ലാതെ പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ എന്ത് വൃത്തികേട് കാട്ടിയാലും തന്നെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുണ്ടെന്ന അതിര് കടന്ന ആത്മവിശ്വാസമാണോ ADGPയെ കുഴിയിൽ ചാടിച്ചത്? ക്രമസമാധാനത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ തന്നെ ക്രമരഹിതമായി ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോയിട്ടും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ ആവശ്യം എന്താണ്? ജനഡിബേറ്റ് പരിശോധിക്കുന്നു. അടിവേരറുക്കുമോ അൻവർ? മുൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ TP സെൻകുമാർ, സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി, MK ഹരിദാസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ TP സെൻകുമാർ, അൻവറിൻ്റെ ആരോപണങ്ങൾ കേരളത്തിൽ നിയമവാഴ്ച തകർന്നതിൻ്റെ നഗ്നമായ ദൃഷ്ടാന്തങ്ങളല്ലേ? ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. IPS എന്ന മൂന്നക്ഷരം എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്ന് ഗവേഷണം ചെയ്തിരിക്കുകയല്ലേ ADGP? അദ്ദേഹം ഇപ്പോഴും ഈ നിമിഷവും ADGP ലോ ആൻഡ് ഓർഡറായി തുടരുകയാണ്. ഡോക്ടർ സെൻകുമാർ, താങ്കളുടെ മറുപടി. സാർ മറുപടി പറഞ്ഞോളൂ. സാർ അവിടെ TV എന്ന് പറയുന്നത് മറുപടി പറഞ്ഞോളൂ, കേൾക്കാം. ശരി, ഞാൻ പറയാം. ഇത് വാസ്തവത്തിൽ വളരെ ദുർഘടമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഏതിനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്, അത്രയും അലീമസമായ ഒരു സാഹചര്യം അതിലെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രം യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 7-8 കൊല്ലമായിട്ട് പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ശ്രമങ്ങളുടെ ആത്യന്തിക ഫലം എന്നേ എനിക്കിതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും രാഷ്ട്രീയ ശത്രുക്കൾക്കല്ലാതെ പോലും, ഇപ്പോൾ എന്നെ പോലുള്ളവർക്കെതിരെ പോലും കള്ളക്കേസുകൾ എടുക്കുക, അതുപോലെ ആർക്കെങ്കിലും ജെനുവിനായിട്ടുള്ള കേസ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ കൗണ്ടർ കേസ് എടുക്കുക, ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം ഇല്ലാതെ വന്ന് ഈ ഗതികേടിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇതിൽ പല കാര്യങ്ങളിലും നമ്മൾ എത്തുന്നതിന് മുമ്പ് ആദ്യം പ്രാഥമികമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ശ്രീ PV അൻവർ ഇപ്പോൾ ഈ സമയം നോക്കി ഇതെല്ലാം പറയുന്നത്? ഇത് നേരത്തെ അറിയാമെങ്കിൽ PV അൻവർ ഇതിനെപ്പറ്റി എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നോ? അതുപോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നോ? ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അറിയുന്നു, അതിനെപ്പറ്റി അന്വേഷണം നടത്തണമെന്ന്. അതോ ഇവരെല്ലാവരും ഒരേ ഗ്രൂപ്പിലെ പെട്ടവരായിരുന്നു? ഇപ്പോഴുണ്ടായ ഏതെങ്കിലും പ്രത്യേക സാഹചര്യം കൊണ്ട് PV അൻവർ ഇപ്പം ഈ കാര്യം ഇട്ടിരിക്കുന്നതാണോ എന്നറിയണം. കാരണം ഇതിനൊരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാവുമല്ലോ.
ഇത്തരം കാര്യങ്ങൾ ഉടനെ പുറത്തു പറയുന്നതിനൊരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാകും. ആ കോസ് എന്താണെന്ന് കൂടി നമ്മൾ അറിയുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യമുള്ളത്, പിന്നെ ഇതുപോലെ ഇടവണ്ണ കേസിലൊക്കെയുള്ള ബന്ധങ്ങളെ പറ്റി പറയുന്നു, അതേപ്പറ്റി അന്വേഷിക്കേണ്ടതാണ്. എനിക്ക് ഇടവണ്ണ കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഇതേപോലെ വലിയ വീട് വെക്കുന്നതിനെ പറ്റി പറയുന്നു. എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. കാരണം എനിക്ക് ആകെ അറിയാവുന്നത്, ഈ ഉദ്യോഗസ്ഥനെ പറ്റി എനിക്കറിയാവുന്നത് സോളാർ കേസ് ഒരു പക്ഷേ ഈ ഒരു ഉദ്യോഗസ്ഥൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം തിരുവനന്തപുരത്ത് സരിതയെ 2010 അറസ്റ്റ് ചെയ്തതിന് ശേഷം ഓഫീസിൽ കൊണ്ടുവന്ന് സരിതയും രാധാകൃഷ്ണനെയും എല്ലാം ശരിക്കും കണ്ട ഒരാളാണ്. ആ ആള് കൊച്ചിയിൽ കമ്മീഷണറായിട്ട് പോയ സമയത്ത് ആ കൊച്ചിയിൽ സരിത വീണ്ടും പോയി, അതേ രാധാകൃഷ്ണൻ പോയി അവിടെ ബിസിനസ് തുടങ്ങി. അത് പോലീസ് ക്ലബിലും കമ്മീഷണറുടെ വീട്ടിലെല്ലാം സോളാർ സിസ്റ്റം സ്ഥാപിക്കാനിടയായ സംഭവം തീർച്ചയായിട്ടും അജിത് കുമാറിൻ്റെ കഴിവുകൊണ്ട് വന്നതാണ്. അപ്പം അതുകൊണ്ട് സോളാർ കേസ് ഒരുപക്ഷെ ആ ഒരൊറ്റ ഓഫീസർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വരാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ അന്നും പറഞ്ഞിരുന്നത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് മാത്രമേ എനിക്ക് സോളാർ കേസിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കവടിയാറിൽ സ്ഥലം വാങ്ങിച്ചത് 2005 പറയുന്നു. ഇതൊക്കെ അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷൻ വാങ്ങിക്കാതെ ഒരു ഓഫീസർക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ സ്ഥലം വാങ്ങിക്കുന്ന സമയം തീർച്ചയായിട്ടും ആ സോഴ്സ് ഓഫ് ഇൻകം, സോഴ്സ് ഓഫ് അല്ലെങ്കിൽ റിസോഴ്സസ് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് എഴുതി കൊടുക്കേണ്ടതാണ്, അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ 2005 ഇതാരും വെരിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതറിയേണ്ടത്. കാരണം 2005 ഇത് ഗവൺമെൻറ് സാങ്ഷനോടുകൂടി മാത്രമേ ഇത്തരം സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു ആൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന് സാധ്യമാവുള്ളൂ. മറ്റൊരു കാര്യം പറയുന്നത്, ഇത് സ്വർണം പൊട്ടിക്കുന്നതിലെ ഇഷ്യൂസൊക്കെയാണ്. ഈ സ്വർണത്തിന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അജിത് കുമാറിൻ്റെ ഭാര്യ വീട്ടുകാർ സ്വർണം അവർക്ക് കച്ചവടമുള്ള ഒരു വീട്ടുകാരാണ്. അവർ സാമ്പത്തികമായിട്ട് ഉയർന്ന ആൾക്കാരായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ അത് കൂട്ടിച്ചേർക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇയാൾ തന്നെയാകുന്നതാണ്. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് DGPയെ കവച്ചു വയ്ക്കുന്ന ഒരു സൂപ്പർ DGP ആയിട്ട് സ്വന്തം കാര്യങ്ങൾ പല കാര്യങ്ങളിലും DGPയുടെ അഭിപ്രായത്തിന് DGPയുടെ കീഴിലല്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവം പുറത്ത് കണ്ടിരുന്നു. അത് വളരെ അപകടകരമായിരുന്നു. അങ്ങനെയുള്ള പോക്കാണ് ഇത്തരം അപകടങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കുന്നത്. പലപ്പോഴും ഒരു ഹൈറാർക്കിയൽ കൺട്രോൾ ഇല്ലാത്ത വിധത്തിൽ പോകുക, മുകളിലുള്ള ഓഫീസർമാരെ അവഗണിക്കുക, കാരണം രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയുണ്ട് എന്നതിൻ്റെ പേരിൽ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടുക സ്വാഭാവികമാണ്. ഏതായാലും ദ റോട്ട് ഇൻ വിച്ച് ദ കേരള പോലീസ് ഹാസ് റീച്ച്, ആ മലീമസമായ അന്തരീക്ഷം വളരെ കൃത്യമാണ്. അത് കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ട് അക്യൂമുലേറ്റ് ചെയ്ത് ഒരു വലിയ മാലിന്യ കൂമ്പാരത്തിൻ്റെ ഉള്ളിലാണ് കേരള പോലീസ് ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നതെന്ന് മാത്രമാണ് പറയാൻ പറ്റുന്നത്. സാർ, ഞാൻ ആമുഖത്ത് ചോദിച്ചതുപോലെ ഇൻ്റലിജൻസ് അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നിരീക്ഷിക്കാനല്ല, അല്ലാതെ പോലീസ് സേനയ്ക്കകത്ത് എന്ത് നടക്കുന്നു എന്ന് എളുപ്പത്തിൽ അറിയാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് അത്. അവരൊന്നും അറിയാതെയാണോ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ADGP മുന്നോട്ട് പോയത്? ഞാൻ നേരത്തെ ചോദിച്ചു, സാധാരണ ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാറുണ്ട്. ആ റിപ്പോർട്ടിങ്ങിലൊന്നും ADGPയുടെ ഈ തോന്നിയാസങ്ങൾ അത് പരാമർശിക്കപ്പെടാതെ പോയതാണോ, അതോ ADGPയെ ഭയന്ന് അല്ലെങ്കിൽ ADGPയുടെ സംരക്ഷകനെ ഭയന്ന് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതാണോ? അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് കിട്ടാവുന്ന വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രിയെ എല്ലാ ദിവസവും ബ്രീഫ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഇത്തരം ഓഫീസർമാരുടെ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ ഇൻ്റലിജൻസ് മേധാവി അതാത് സമയത്ത് മുഖ്യമന്ത്രിയെ ബ്രീഫ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അത് നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. അത് ചെയ്തോ ഇല്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ. പക്ഷേ ഒരു കാര്യം പറയാം. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ട്രെയിനിൽ ഒരു തീവെപ്പുണ്ടായ സമയത്ത് അതിനെ തുടർന്ന് P. വിജയനെയൊക്കെ സസ്പെൻഡ് ചെയ്തത് ടോട്ടൽ അനാവശ്യമായിട്ടായിരുന്നു.
ടോട്ടൽ അനാവശ്യമായിട്ടായിരുന്നു എന്ന് അയാളുടെ ശേഷമുള്ള നടപടികളൊക്കെ ചൂണ്ടിക്കാണിച്ചതുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഏകാധിപതിയെ പോലെ ഈ അജിത് കുമാർ ചെയ്തിരുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടോ എവിടെ നിന്നോ അനധികൃതമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അത് ഈ ആ കാര്യങ്ങളൊക്കെ അടക്കം വാസ്തവത്തിൽ ഇത് കാണുന്ന മുഖ്യമന്ത്രിക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലാവേണ്ടതാണ്. ഈ സിസ്റ്റത്തിലേക്ക് ഒരു ഹൈറാർക്കിയൽ കൺട്രോൾ ഇല്ലാതെ ഒരു ജൂനിയർ ഓഫീസർ സീനിയർ ഓഫീസർമാരുടെ മുകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് അപകടത്തിലേക്കാണ് പോകുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇൻ്റലിജൻസിലും അങ്ങനെയുള്ള ഇരിക്കുന്ന ഓഫീസർമാരെല്ലാം ഇയാളുടെ സീനിയർ തന്നെയാണ്. അവർക്ക് ഇയാളെ ഭയന്ന് റിപ്പോർട്ട് കൊടുക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി റിപ്പോർട്ട് അറിയാതിരിക്കുക. അതുപോലെ ഇപ്പോൾ ഫോൺ ചോർത്തുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഫോൺ ചോർത്തുക എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഫോൺ കൂടുതലും ചോർത്തുന്നത് ഇൻ്റലിജൻസ് ആണ്. അതല്ലാതെ സാധാരണ ഇങ്ങനെയുള്ള ലോക്കൽ ഓഫീസർമാരൊന്നും അധികം ഫോൺ ചോർത്താനായിട്ട്, ഇപ്പം എൻ്റെയൊക്കെ ഫോൺ ഞാൻ റിട്ടയർ ചെയ്ത ആ സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ, അത് ഇതേപോലെ ഉണ്ടായിരുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അവസാനം അയാളെ കറിവേപ്പില പോലെ എടുത്ത് മാറ്റി അയാൾ വേറൊരു സ്ഥലത്തുനിന്ന് റിട്ടയർ ചെയ്തു. അയാളുടെ പേരിൽ വിജിലൻസ് കേസൊക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ പെൻഷൻ വരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീരന്മാർക്ക് പലർക്കും പല സപ്പോർട്ടും ഉണ്ട്. അതായത് അഴിമതിക്കാർക്കും കൃത്രിമക്കാർക്കും വളരെയധികം സപ്പോർട്ട് രാഷ്ട്രീയ തലങ്ങളിൽ കിട്ടുന്നത് കൊണ്ടാണ് അവർ ഈ വിധത്തിൽ പെരുമാറുന്നത്. അപ്പോൾ ആ സപ്പോർട്ടില്ലാതെ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റത്തിലേക്ക് ഇത് വരാനായിട്ട് അനുവദിക്കുക, അതിനെ അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഒരു പ്രതിവിധി. ഏതായാലും വളരെ വലിയ ഒരു ഗർത്തത്തിലേക്കാണ് പോലീസ് വീണിരിക്കുന്നത്. അതിൽ നിന്നും അത് സാമാന്യേന നല്ല രീതിയിൽ പൊങ്ങി വരുന്നതിന് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. യെസ്, താങ്കൾ പറഞ്ഞതുപോലെ വലിയൊരു ഗർത്തത്തിലാണ് കേരള പോലീസ് വീണിരിക്കുന്നത്. ആ വീഴ്ച അത് മറികടന്ന് ഈ ഗർത്തത്തിൽ നിന്ന് പുറത്തു വരാൻ കേരള പോലീസിന് സാധിക്കുമോ? വിദ്യാസാഗർ ഗുരുമൂർത്തി, എം ശിവശങ്കർ അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നു ഈ മുഖ്യമന്ത്രിക്ക് ഒരു ചുക്കും ചുണ്ണാവും അറിയില്ല എന്ന്. ഇപ്പോൾ ടോയ്ലറ്റ് പേപ്പർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിന് കടിഞ്ഞാണില്ലാതെ പോകുന്നു. മുഖ്യമന്ത്രിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ്. തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്നല്ലേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, സ്വർണ്ണക്കടത്ത്, അത് പൊട്ടിക്കൽ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ്റെ തിരോധാനം, ഇടവണ്ണ കൊലപാതകം ഉൾപ്പെടെയുള്ള ഒന്നിലധികം കൊലപാതകങ്ങളുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഒരു ADGPയുടെ, അതും ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും MLA അല്ല, ഇടത് സഹയാത്രികനായ CPM സഹയാത്രികനായ PV അൻവറാണ്. അപ്പോഴല്ലേ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ഗുരുതര സ്വഭാവം കൈവരുന്നത്? ഇത് ഇവിടെ ഇന്ന് ഇപ്പൊ നടന്നിരിക്കുന്നത് വലിയൊരു ദുസ്സൂചനയാണ്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു സംസ്ഥാനത്തിൽ ഇത്രയും കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടവും നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളൊന്നും പിന്നെ ബംഗാൾ മാത്രമാണ്. ഈ ബംഗാളിലും കേരളത്തിലും സമാനമായ ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, DGP എന്നത് വെറും ഒരു പേര് മാത്രമായി, ഒരു അലങ്കാരം മാത്രമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറി. DGPയുടെ പേര് പോലും ആർക്കും അറിഞ്ഞൂടാ. പലപ്പോഴും എപ്പോഴും അജിത് കുമാർ, പത്രങ്ങളിൽ അജിത് കുമാർ, TV-യിൽ അജിത് കുമാർ, ന്യൂസ് ബ്രീഫിംഗിൽ അജിത് കുമാർ, എവിടെയും അജിത് കുമാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അജിത് കുമാർ റാങ്കിൽ DGPക്ക് താഴെയാണല്ലോ. പക്ഷെ പലപ്പോഴും സർക്കാരിന്റെ ശബ്ദമായി പോലും, അല്ലെങ്കിൽ എന്താണ് പോളിസി എന്ന് പോലും പറയുന്ന രീതിയിലേക്കുള്ള ഒരു വളർച്ച, ആ വളർച്ച എന്റെ നിരീക്ഷണത്തിൽ മുഖ്യമന്ത്രിയും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ. കാരണം ഏതോ മുഖ്യമന്ത്രിയുടെ നേർവിൽ പോയിട്ട് അത് തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് PV അൻവറിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു ഹർഷോന്മാദമൊന്നും ഇപ്പോൾ CPM-ന്റെ പിണറായി പക്ഷത്തിന്റെ ക്യാമ്പിൽ ഇല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ അജിത് കുമാറിന് ഒരു പണി കൊടുത്താൽ കൊള്ളാം എന്നായി. അജിത് കുമാറിന് മാത്രമല്ല,
പി ശശിയാണ് സത്യത്തിൽ ഈ എല്ലാ വിവാദങ്ങളുടെയും കുന്തമന നീളുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല, അത് പി ശശിയാണ്. ഇഫ് ഇത് പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ, പി വി അൻവർ യുദ്ധം നടത്തുന്നത് പിണറായി വിജയനെതിരായിരുന്നുവെങ്കിൽ, ഇന്ന് പി വി അൻവർ ഒരു പക്ഷേ ഭൂമുഖത്ത് തന്നെ ചിലപ്പം ഉണ്ടായിരുന്നു വരില്ല. പിണറായി വിജയന് ആളുകളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും എങ്ങനെ ഒതുക്കണമെന്നും എങ്ങനെ ശബ്ദങ്ങൾ അമർച്ച ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അറിയാം. നമ്മൾ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് പിണറായി വിജയന്റെ ഒരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതല്ലാതെ മറ്റൊരു രീതിയിലും പി ശശിയുടെ ദുഷ്പ്രഭുത്വം, അജിത് കുമാറിന്റെ തേർവാഴ്ച അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ല എന്ന് കണ്ടിട്ടാണ്. കാരണം ഇതിന് രസകരമായ സംഗതി പറയാം. കേരളത്തിൽ ഇത്രയും എം എൽ എമാരിൽ, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള ഇത്രയും എം എൽ എമാരിൽ ഏറ്റവും മടിയനും നിയമസഭയിൽ വല്ലപ്പോഴും മാത്രം മാവേലി വരുന്നവനുമായ ഒരു എം എൽ എ ആണ് അൻവർ. അൻവറിനെ അങ്ങനെ ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത് ലാളിച്ചു വളർത്തുന്നത് അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള പിണറായി തന്നെയാണ്. അപ്പൊ പിണറായി വിജയനെതിരെ ഒരിക്കലും അൻവർ ഒരു യുദ്ധം നയിക്കുകയില്ല. അൻവറിന് നല്ലവണ്ണം അറിയാം, പിണറായിക്കെതിരെ ഒരു തേര് തെളിച്ചാൽ ആ തേര് ചളിയിൽ താന്നു പോകും, നശിച്ചു പോകുന്നുള്ളത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വെച്ചത് ഇന്നലെ അതെ അതെ അതെ, പി വി എന്നുണ്ടല്ലോ, പിണറായി വിജയൻ. അപ്പോ ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഒളിയമ്പാണ്. അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യന് എതിരല്ല ഇത് യുദ്ധം. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ സർക്കാർ തലവേദന കൊണ്ട് ഉരുണ്ടു മറിയുന്ന ഒരു കാലഘട്ടമാണ്. അജിത് കുമാറിനെ സംബന്ധിച്ച് അയാളുടെ പല കാര്യങ്ങളും അത്ര കൃത്യമല്ല, അപകടകരമായ ചില അഴിമതി സൂചനകളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ മുമ്പേ തന്നെ പല രീതിയിലുള്ള ചെറിയ അമർച്ച ചെയ്യപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അൻവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കൂ. സ്വർണ്ണ കടത്തിന് വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ, പ്ലൂരലാണ്, സ്വർണ്ണക്കടത്തിന് വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് അജിത് കുമാർ. നോക്കൂ, അത് എന്തു വലിയൊരു ആരോപണമാണ് സത്യം. ഇവിടെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ വളരെ മൗനത്തിലാണ്. അവർക്ക് ഇതൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം സതീശനെ സംബന്ധിച്ച് ഇത് പറഞ്ഞ ഉടനെ അവർ പറയും മണീച്ചേന്റെ കഥ പറയും, അല്ലെങ്കിൽ ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെ പൊളിറ്റിക്കൽ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ച കഥ പറയും. ഇപ്പുറത്ത് ബി ജെ പി ആണെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തിൽ സത്യത്തിൽ പിണറായി വിജയൻ എതിരാണോ അനുകൂലമാണോ എന്ന് പോലും അറിയാത്ത ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഇതിൽ ആരാണ് പ്രതി, സ്വർണ്ണ കള്ളക്കടത്തിൽ ആരാണ് പ്രതി എന്ന് ഇപ്പോഴും നമുക്ക്, ഇപ്പൊ സത്യം പറഞ്ഞ് ഞാനും നിങ്ങളൊക്കെയാണ് ഇത് പ്രതി. വെച്ചാല് ഈ വാർത്തയൊക്കെ കേട്ടിട്ട് ഇതിന്റെ സത്യാവസ്ഥ, ഇതാ ഇഡി വന്നു, പിടിച്ചു കഴിഞ്ഞു, സ്വപ്ന സുരേഷിനെ പിടിച്ചു, സ്വപ്ന സുരേഷ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ബിരിയാണി ചെമ്പിന്റെ അകത്ത് മുഴുവൻ സ്വർണ്ണമായിരുന്നു, അത് പിണറായി വിജയന്റെ ഭാര്യ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പത്രമാധ്യമങ്ങളൊക്കെ വന്നു. നമ്മൾ വിചാരിച്ചു പിണറായി വിജയന്റെ കാലം അസ്തമിച്ചു, ഒരു ചുക്കും ചുണ്ണാമ്പും അയാളെ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അയാളെ ഇങ്ങനെയൊക്കെ നമ്മൾ കളിയാക്കി പറഞ്ഞാലും അയാൾ ഒരു ഇരട്ടച്ചങ്കുണ്ട്. ആ ഇരട്ടച്ചങ്ക് എന്താണ്? ഒരിക്കലും ഒറ്റയ്ക്ക് തിന്നാതിരിക്കുക എന്നുള്ളതാണ് ക്രിമിനലുകളുടെ ഇരട്ടച്ചങ്ക്. ഒരു ക്രിമിനലിന് ഒരു ബ്രെഡ് കിട്ടിയാൽ അതിന്റെ ഒരു കഷ്ണം മുകളിലേക്കും ഒരു കഷ്ണം താഴേക്കും ഒക്കെ കൊടുത്താൽ ആ ക്രിമിനൽ രക്ഷപ്പെടും. അപ്പോ ഈ സ്വർണം ഒരിക്കലും പിണറായി വിജയൻ ഒറ്റയ്ക്ക് ഒരിക്കലും കടത്തിയിരിക്കില്ല, ശിവശങ്കരൻ ഒറ്റയ്ക്ക് ചെയ്തിരിക്കില്ല. ഇതിലെല്ലാം എല്ലാ പാർട്ടികളിലെയും കൂട്ടുകക്ഷികൾ ഉണ്ടാവും, ഒരു സംശയ കാര്യത്തിലില്ല. അല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിശക്തമായി നിരന്തര സമരം ചെയ്ത് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ മാത്രമുള്ള രാജ്യദ്രോഹ കുറ്റമല്ലേ? കെ ടി ജലീലൊക്കെ ഇപ്പൊ ഇന്ന് മുറിമുറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കെ ടി ജലീല്, പി വി അൻവർ, ഇവരൊക്കെ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. സ്വന്തമായി സ്വകാര്യ ബിസിനസ്സും താല്പര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. അത് മത താല്പര്യങ്ങളുള്ള ആളാണ് ജലീൽ. അപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ സത്യത്തിൽ പിണറായി വിജയൻ വീണ്ടും എന്താ പറയാ, കറ കളഞ്ഞ സൂര്യനെ പോലെ വരാനിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റിനെ ഏറ്റവും കുഴപ്പത്തിലാക്കുന്നതും പിണറായിക്ക് പുറകിലൂടെ പണി കൊടുക്കുന്നതും ശശിയും മറ്റൊരു ഗ്രൂപ്പുമാണെന്നുള്ളത്. പിന്നെ മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഗോവിന്ദ മാഷ് വന്ന സമയത്ത് CPM പറഞ്ഞത് CPM സൈദ്ധാന്തികൻ എന്നാണ്. നമ്മൾ ഈ ഗോവിന്ദ പിള്ള സാറിനൊക്കെ വായിച്ചിട്ടുള്ളത് നമുക്കറിയാം. സൈദ്ധാന്തികൻ എന്ന പദത്തിന് CPM എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഗോവിന്ദ മാഷ് 2 ദിവസത്തിനുള്ളിൽ താനൊരു വെറും കോമാളിയും വിവരമില്ലാത്തവനാണെന്ന് ലോകത്തെ അറിയിച്ചില്ലേ? അപ്പൊ ഇതൊരു ഗ്രൂപ്പാണ്. ഇപ്പൊ ജയരാജനെ പുറത്താക്കിയ നടപടി എന്താ ശരിക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ഒരു പക്ഷെ ജാതി പറഞ്ഞു എന്നായിപ്പോ. ഒരു നമ്പ്യാർ ഗ്രൂപ്പും ഒരു ഈഴവ ഗ്രൂപ്പും ഒക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ ചില ആളുകൾ പിന്നെ ഈ പിണറായി വിജയൻ അങ്ങനെ ഭരിക്കേണ്ട എന്ന് കരുതുന്ന CPM ഇതിന്റെ പുറകിലുണ്ട്. അവർ പല മാനദണ്ഡങ്ങളിലൂടെ, ജാതിയാവാം, മതമാവാം, മറ്റു പലതുമാവാം,
അവർ പല രീതിയിൽ ഒന്നിച്ചിട്ട് വളരെ സ്വീറ്റ് ആയിട്ട് പിണറായി വിജയന് പണി കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. പക്ഷെ പിണറായി അതിൽ നിന്നും വീഴില്ല. ഞാൻ പറയുന്നത് അയാൾ വളരെ 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 ഞാൻ ഇത്രയും കാലം ഒബ്സർവ് ചെയ്തതിൽ വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ ഷ്രൂഡ് ആയിട്ടുള്ള, വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അല്ല, തീരുമാനം വൈകിയാണ് വിദ്യാസാഗർ, തീരുമാനം വൈകിയാണ്. ഈ എം.ആർ. അജിത് കുമാറിനെ ADGP ലോ ആൻഡ് ഓർഡർ ആ ചുമതലയിൽ നിന്ന് മാറ്റും എന്ന് ഉച്ചതൊട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഇതുവരെ നടപടി എടുത്തിട്ടില്ല കേട്ടോ. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അല്ല, ഒരു പക്ഷേ കൺഫ്യൂഷൻ ഇപ്പം അജിത് കുമാറിനെ മാത്രം മാറ്റിയാൽ മതിയോ, അല്ലെങ്കിൽ ശശിയും കൂടെ തെറിപ്പിക്കണോ? അല്ലേ, ആ ഒരു ആശയം. അതെ അതെ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അത് കൺഫ്യൂഷൻ പിണറായി വിജയൻ ഇല്ല. ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. ഇവിടെ ലക്ഷ്യം, ടാർഗറ്റ്, ഞാൻ ഇപ്പോഴേ പറയുന്നു, ടാർഗറ്റ് എന്ന് പറയുന്നത് ശശിയാണ്. അല്ലെങ്കിൽ CPM-ന്റെ ആ ശശി, അറിയാലോ, ശശിയുടെ പക്ഷത്തൂടെ നിൽക്കുന്ന ഒരു 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 പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവരാണ് ടാർഗറ്റ്. പിണറായി വിജയൻ ഇതിൽ ഇപ്പോൾ ഈ സമയം എടുക്കുന്നത്, പാർട്ടിയിൽ മറ്റൊരു ഗ്രൂപ്പും അത്യാവശ്യം ബലമുള്ള ഗ്രൂപ്പാണ്. അപ്പൊ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയും ശക്തമായിട്ട് നടപടി എടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അജിത് കുമാർ എന്ന് പറഞ്ഞത് പിണറായിക്ക് നേരിട്ടുള്ള ഒരു തലവേദനയല്ല. ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ്. അത് വളരെ, കാരണം ഒരു പർട്ടിക്കുലർ ഓഫീസിൽ 2 കമാൻഡ് ഉണ്ടാവുക, ചീഫ് കമാൻഡ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിണറായി വിജയനെ മാനിക്കാത്ത രീതിയിലാണ് സത്യത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഏർവാഴ്ച നടക്കുന്നത്. ഇതിപ്പോ മാത്രമല്ലെന്ന് ഓർക്കണം, നായനാരുടെ കാലത്ത് തുടങ്ങിയ തലവേദന ദുർബാധയാണ് P. ശശി. അന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് P. ശശിയായിരുന്നു. അതെ അതെ അതെ. അതിപ്പോ നമ്മുടെ ഐസ്ക്രീം പാർലർ കേസൊക്കെ അല്ലേ, പുഷ്പം പോലെ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ രക്ഷിച്ചെടുത്തത് ശശിയായിരുന്നില്ലേ? അതെ, അത് നായനാരുടെ ഇംഗിതത്തിന് വിരുദ്ധമായി പോലും നായനാരെ ഇരിക്കുക അവിടെ എന്ന് പറഞ്ഞാൽ ഇരുത്താനുള്ള ശക്തി അന്ന് ശശിക്കുണ്ടായിരുന്നു. ആ ശശി ഇന്ന് ഇവിടെ ആളാവാൻ നോക്കുമ്പോൾ എന്ത് വരുമെന്ന് കണ്ടറിയണം. കാരണം പിണറായി വിജയനുള്ള ഒരു ബലാബലം, ശരിക്കും നമ്മൾ തമിഴിൽ ഒരു പോട്ടി വന്നിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ശശിയുടെ. പക്ഷെ അൻവർ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. അൻവറിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അൻവർ പിണറായി വിജയന്റെ ജിഹ്വയാണ്. പിണറായി വിജയൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഗോവിന്ദ മാഷെ കൊണ്ട് പറയിച്ച് കൊളാക്കാതെ അൻവറിനെ കൊണ്ട് പറയിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഒരിക്കലും പിണറായി വിജയനെ ഡിസ്പ്ലീസ് ചെയ്യാനോ പിണറായി വിജയനെ പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാക്കുന്നതോ ആയ ഒരു വിഷയവും അൻവർ പുറത്തെടുത്തിട്ടില്ല. സോ നാച്ചുറലി ദ ടാർഗറ്റ് ഇസ് നോട്ട് പിണറായി വിജയൻ. പിണറായി വിജയനേക്കാൾ ഇപ്പോൾ പ്രബലനായിക്കൊണ്ടിരിക്കുന്ന ശശിയും, ശശി ആരിലൂടെ കാര്യങ്ങൾ നടത്തിക്കുന്നു അയാളുമാണ് പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇത് വിവേകമുള്ള, അല്പം പൊളിറ്റിക്കൽ റീഡിംഗ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ ശശി എളുപ്പത്തിൽ വഴങ്ങുന്ന ആളല്ല. ശശി എന്ന് പറഞ്ഞാൽ കുതന്ത്രങ്ങളുടെ തമ്പുരാനാണ്. അപ്പൊ ശശി ഇത് എങ്ങനെ കൗണ്ടർ ചെയ്യുന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്ന രസകരം. ഈ കോൺഗ്രസിലെ പോലെ നേരിട്ട് കസേരത്തടിയല്ല CPM-ലെ അടി. CPM-ലെ അടി മിക്കവാറും ശീത സമരങ്ങളാണ്, നമുക്കറിയാലോ. CPM-ലെ വഴക്കുകൾ മിക്കവാറും ശീത സമരങ്ങളാണ്. അത് പുറത്ത് പൊട്ടിപ്പോയാലും ദുർഗന്ധം വരാത്ത രീതിയിൽ അവർ പെർഫ്യൂം ചെയ്യാൻ മിടുക്കന്മാരാണ്. അങ്ങനെയാണ് ലെനിനെയൊക്കെ വെച്ചിരിക്കുന്നത് ഇപ്പോഴും എംബാം ചെയ്തിട്ടാണല്ലോ. അതുപോലെ ഇവരുടെ ശവശരീരങ്ങൾ നാറുകയില്ല, അവ രക്തസാക്ഷികൾ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ശവശരീരം ഏതൊക്കെ തല ഉരുളും, എത്ര തല ഉരുണ്ടാലും CPM-ന് ഒരു കുഴപ്പമില്ല, പാർട്ടി മെഷീനറി ഒരു കുഴപ്പമില്ല, സർക്കാരിന് കുഴപ്പമില്ല എന്ന് പറയാൻ മാത്രമുള്ള ഒരു ആർജവവും അല്ലെങ്കിൽ ഒരു അമിത ധൈര്യമുള്ള പാർട്ടിയാണ്. ഇപ്പോ എം.ആർ. അജിത് കുമാറിന്റെ ഒരു കാര്യം, ഇപ്പൊ ഇന്ന് PV അൻവർ 2 മണിക്കൂർ മുമ്പ് ഒരു ഫോട്ടോ ഇട്ടിരുന്നു, അങ്ങ് കണ്ടോ? ഇല്ല. PV അൻവർ ഇട്ടിരിക്കുന്ന ഫോട്ടോ എം.ആർ. അജിത് കുമാർ നല്ല കുറിയൊക്കെ തൊട്ട് ഭക്തനായിട്ട് ഭൂമി പൂജ ചെയ്യാണ്. കവടിയാർ കൊട്ടാരത്തിന്റെ അതേ MA യൂസഫ് അലിയുടെ ഭവനത്തിന് തൊട്ടടുത്ത് 10 സെന്റ് അയാളുടെ പേരിലും 12 സെന്റ് സഹോദരന്റെ പേരിലും, സെന്റിന് 75 ലക്ഷം രൂപ, സെന്റിന് 75 ലക്ഷം രൂപ കവടിയാർ. അവിടെ സ്വന്തം വീടിന്റെ തറക്കല്ലിടുന്ന ചടങ്ങ് പൂജകൻ പിന്നെ തറക്കല്ല് പൂജിച്ച് നിൽക്കുന്ന ചിത്രമാണ് പിന്നെ അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. 2 മണിക്കൂർ മുമ്പ് അയാളുടെ പേജിൽ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പൊ അൻവർ അല്ല ഈ കളി. തിരുവനന്തപുരത്ത് നിന്ന് കുറെ എണ്ണത്തിന് ഓടിക്കാൻ, പിന്നെ ഒരു നിമിഷം കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. തിരുവനന്തപുരത്ത് നിന്ന് കുറെ എണ്ണത്തിന് ഓടിക്കാൻ എന്തായാലും പിണറായി വിജയൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ വെടിയാണ് ഇപ്പോൾ അൻവർ പൊട്ടിച്ചിരിക്കുന്നത്. പോലീസിലെ ദുഷ്പ്രഭുത്വം വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന് ശക്തമായിട്ട് പിണറായി വിജയൻ ഇന്ന് രാവിലെ പ്രസ്താവിച്ചിട്ടുണ്ട്. എം.ആർ. അജിത് കുമാറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ. എന്താവും ഇതിന്റെ ഫലമെന്ന് നമ്മൾ കണ്ടറിയണം. യെസ്, EPA കണ്ണൂരിലേക്ക് പറഞ്ഞു വിട്ടു. തൊട്ടുപിറകെ ഇനി ശശി പെട്ടിയെടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. യെസ്, ശ്രീ ഹരിദാസ്, പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയും അതുപോലെ ADGP എം.ആർ. അജിത് കുമാറും SP സുജിത് ദാസും ഇവരൊക്കെ
പുറത്ത് പോയാലും ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞ നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞ പോലെ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറിയിരിക്കുകയാണ്, കുത്തഴിഞ്ഞ സംവിധാനമാണ് എന്ന ഈ 2 ദിവസം കൊണ്ട് പൊതുസമൂഹത്തിന് കൃത്യമായിട്ടുള്ളൊരു ചിത്രം കിട്ടിയിരിക്കുകയാണ് അല്ലേ? അവിടെ ചെളി തെറിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ ആ വെളുത്ത ഷർട്ടിൽ തന്നെയാണ് അല്ലേ? അതിൽ യാതൊരു സംശയവുമില്ല. ഇതിനെ എങ്ങനെ മറികടക്കുന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷം പിണറായിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ പിണറായിക്ക് ചില തലവേദനകൾ ഉണ്ട് അവിടെ. കാരണം സ്ഥിരം ശശിക്കെതിരെ പരാതികൾ, സ്ഥിരം പാർട്ടി കേഡറുകളിൽ നിന്ന് പോലും പരാതികൾ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അയാളെ മാറ്റാൻ വേണ്ടി, അതുവഴി അജിത് കുമാറിനെ പുറത്താക്കാൻ വേണ്ടി ഇനി നമ്മുടെ PV അൻവറിനെ ഉപയോഗിച്ചതായിരിക്കുമോ? ഈ സെൻകുമാർ സാറ് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും വയ്ക്കാതെ 32 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു നാടകം നടന്നു. 32 ലക്ഷം റുപ്യയാണ് അന്ന് ഇദ്ദേഹത്തിനെതിരായിട്ട് വാദിക്കാൻ വേണ്ടി പുറമേ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് അംഗീകരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കയറ്റി വെച്ചതാണ് ആരെ? ബെഹ്റ എന്ന് പറയുന്നത്. ആ ബെഹ്റ കയറ്റി വെച്ച കാലം തൊട്ടിട്ട് നമ്മുടെ പോലീസ് സേന, കേരളത്തിൻ്റെ പോലീസ് സേന ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത അവസ്ഥയാണ്. ഈ ചർച്ചയിൽ പറഞ്ഞു പോവാതിരുന്നു കഴിഞ്ഞാൽ അത് കേൾവിക്കാർക്ക് അങ്ങേയറ്റം അലോസരമാകും. ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടല്ലേ ഒരു IG-യും അല്ല ഒരു DGP-യും അദ്ദേഹത്തിൻ്റെ ADGP-യും കൂടിയിട്ട് ഒരു മോൺസൺ മാവുങ്കലിൻ്റെ കൊള്ളസങ്കേതത്തിൽ വന്ന് വാൾ ഊരിയെടുത്ത് സിംഹാസനത്തിലിരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ പോലീസ് സേനയ്ക്ക് ആ സമയത്തൊക്കെ തമിഴ്നാട്ടിലുള്ള ഞാൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു, കർണാടകത്തിലുണ്ടായിരുന്നു. അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, പ്രബുദ്ധരായ കേരളത്തിലെ പോലീസിനൊക്കെ എന്ത് പറ്റി? ഇത്തരത്തിലുള്ള കൊള്ളസങ്കേതങ്ങളൊക്കെ സന്ദർശിച്ച് അവരുമൊക്കെ ഈ സൗഹൃദം സ്ഥാപിക്കലൊക്കെയാണോ? പിന്നീട് എന്തോ അവിടെ ലോഗ് ബുക്ക് വെക്കലും അവിടെ സ്ഥിരമായിട്ട് പോലീസ് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ബെഹ്റയും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന മനോജ് കെ എബ്രഹാമ അദ്ദേഹമൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താ, പോലീസ് സേന മലിനമായിരിക്കുകയാണ് എന്ന സെൻകുമാർ സാറിൻ്റെ വിശേഷണം എത്രത്തോളം ഉണ്ട്? അത് ആയിക്കഴിഞ്ഞില്ലേ. ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു IG ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞത് എന്താ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചൊരു മാഫിയ പ്രവർത്തിക്കുന്നു, അവിടെ പല കേസുകളും ഒത്തുതീർപ്പാക്കുന്നു, അതിൽ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയൽ എസ്റ്റേറ്റുകാരുടെ കള്ളക്കടത്തുകാരുടെ ഒക്കെ കേസുകൾ അവിടെ ഒത്തുതീർപ്പാക്കുന്നു എന്ന് പറഞ്ഞത് ഒരു അഫിഡവിറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൽ ചെലുത്തപ്പെട്ട സമ്മർദ്ദത്തിൻ്റെ പേരിൽ അദ്ദേഹം അത് പറഞ്ഞു, ഞാനറിയാതെ എൻ്റെ വക്കീൽ ചെയ്തതാണെന്ന് പറഞ്ഞു. അത് നമ്മളൊക്കെ അരിഭക്ഷണം അച്യുതാനന്ദൻ പറഞ്ഞ മാതിരി പച്ചരി കഴിക്കുന്നവരല്ലേ, നമുക്കറിയില്ല അത് എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന്. അത് ശരിയായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് യഥാർത്ഥത്തിൽ മാഫിയയായി പ്രവർത്തിക്കുന്നത്, പോലീസിനെ നിഷ്ക്രിയമാക്കിക്കൊണ്ട്. ഈ പിണറായി വിജയൻ സർക്കാർ 2016 മെയ് 20 ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഈ സർക്കാരിനെ കുറിച്ചിട്ട്, ഈ വരാപ്പുഴയിൽ ആ ശ്രീജിത്തിനെ ഇടിച്ചു കൊന്നത് മുതൽ ഈ പോലീസിനെ കുറിച്ചിട്ട്, ഈ പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ ഈ പിണറായി വിജയനെ പറ്റിയിട്ടുള്ള പാളിച്ചകളെ കുറിച്ചിട്ട്, ആഭ്യന്തര വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്ന, ഇപ്പം താനൂർ കൊലപാതക കേസ്, താനൂർ കസ്റ്റഡി മരണക്കേസൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ കേരളത്തിലൊരു പോലീസുണ്ടോ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇവിടെ ശ്രീ ഗുരുമൂർത്തി സംസാരത്തിൽ പറഞ്ഞു, ഈ പിണറായി വിജയൻ്റെ ഷൂഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇതിനൊക്കെ പറ്റി പറഞ്ഞു. എനിക്കതൊന്നും തോന്നുന്നില്ല. ഇത് കഴിവുകേടല്ലേ? ഇത് ഒരു തറവാട്ട് സ്വത്തല്ലല്ലോ കേരളം എന്ന് പറയുന്നത്. ചെറിയ പാവയ്ക്ക വലിപ്പമേ ഉള്ളൂ. 3,40,00,000 ജനങ്ങളെക്കുള്ളിൽ ഇതൊരു സംസ്ഥാനമല്ലേ. ഈ സംസ്ഥാനത്തിന് അതിൻ്റേതായ സ്റ്റേറ്റ് സീക്രട്സ് ഉണ്ടാവില്ലേ? ഞാൻ ഈ സ്റ്റേറ്റ് സീക്രട്സ് എന്നൊക്കെ ഇവിടെ വലിയൊരു മനുഷ്യൻ്റെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് അതൊക്കെ ശരിയാണോ എന്ന് പോലും സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഒരു ശശിയെ പേടിച്ചുകൊണ്ട് ഇത്തരത്തിൽ അജിത് കുമാറിനെ, അൻവറെ കൊണ്ട് ഗുരുമൂർത്തി കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ശശിയെ പുറത്ത് കളയാൻ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇത്തരത്തിലൊരു നാടകം സൃഷ്ടിക്കണോ? ശ്രീ അനിൽ നമ്പ്യാർ, താങ്കൾ തിരുവനന്തപുരത്ത് കിടന്നിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് കാലത്രയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്,
കുളം എത്ര കാല് കണ്ടു, കാലെത്ര കുളം കണ്ടു എന്ന് പറഞ്ഞ മാതിരി താങ്കൾ എത്ര മന്ത്രിസഭ കണ്ടിട്ടുള്ളതാ? അപ്പോൾ അത് ഈ അൻവറെ വെച്ചിട്ടുള്ള കളി, അൻവറിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത്, അൻവർ എന്തിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതൊക്കെ പുറത്തു വരാനിരിക്കുന്നുണ്ട്. അതൊരു ശശിയെ തൂക്കി പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്ന് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം എന്തായാലും അവിടെ വെച്ച് മുഖ്യമന്ത്രിക്ക് ഇതൊരു ഗതികെട്ട ഒരവസ്ഥയാണ്. ഒരു പൊതുസമ്മേളനം എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥ ഒരു സ്ഥലത്ത് വെച്ചിട്ട് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരായിട്ടൊരു മുഖ്യമന്ത്രിക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പോവുകയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്. അത് പോലീസ് അസോസിയേഷൻ ഭാരവാഹികളാവട്ടെ, ഇത് നാണക്കേടാണ്. ഒരു അടച്ചിട്ട മുറിയിലിരുന്നൊരു മന്ത്രിസഭാ തീരുമാനം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഒരു DGPയും കൂടി തീരുമാനമെടുത്തുകൊണ്ടോ ഒരു പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു സംഗതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ആ മനുഷ്യൻ കാണിക്കുന്ന വ്യഗ്രത കണ്ടപ്പോൾ സത്യത്തിൽ ദയനീയാവസ്ഥയെ തോന്നിയത്. ഇത്രയൊക്കെയേ ഉള്ളൂ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുന്ന, ഉദിച്ചു വരുന്ന സൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന, പാദസ്പർശമേറ്റാൽ ആ മണ്ണ് പവിത്രമായിട്ട് വീട്ടിൽ കൊണ്ട് പൂജിക്കണമെന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കഴിവ് എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. ഗുരുമൂർത്തി പറയുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. വിദ്യാസാഗർ കൈപൊക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്. ഒരു നിമിഷം വിദ്യാസാഗർ. നമസ്കാരം അനിൽജി. നമ്മുടെ ഹരിദാസ് ജി ആരാധിക്കുന്ന മോദിജി ലോകോത്തര നേതാവാണ്, ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ്. അമിത്ഷാ ലോകത്തെ ഏറ്റവും വലിയ ആഭ്യന്തരമന്ത്രിയാണ്, ഏറ്റവും ബുദ്ധിയുള്ള ആളാണ്. 2 ടേമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിജയന്റെ രോമത്തിൽ തൊടാൻ പറ്റിയോ? അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ വിജയൻ അത്ര നിസ്സാരക്കാരനല്ല. നമ്മൾ അയാളുടെ ക്രിമിനൽ ബുദ്ധിയെ കുറച്ച് കണ്ടു എന്നുള്ളതാണ് നമ്മുടെ തെറ്റ്. നമ്മുടെ തെറ്റ് പിണറായി വിജയന്റെ ക്രിമിനൽ ബുദ്ധിയെ കുറച്ചു കണ്ടു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ അനിൽജി, ഞാനോ നിങ്ങളോ ഒരു പോക്കറ്റടി കേസിൽ പിടിക്കപ്പെട്ടാൽ എത്ര ദിവസം ജയിലിൽ കിടക്കണം? അല്ലെ എന്തെങ്കിലും നിസ്സാരമായ ഒരു കേസിൽ 34 35 തവണയല്ലേ ഈ പിണറായി വിജയന്റെ കേസ് അങ്ങ് ഡൽഹിയിൽ സുപ്രീം കോടതി മാറ്റി വെക്കുന്നത്? അതെങ്ങനെയാണ്? ഇദ്ദേഹം ഹരിദാസ് പറഞ്ഞൊരു വിവരമില്ലാത്ത ഒരു യൂസ്ലെസ് ആണെങ്കിൽ എന്നേ ഇയാൾ ജയിലിൽ കിടക്കണ്ടല്ലേ? ഇവിടുത്തെ ഇത്രയും വലിയ BJPയുടെ സംവിധാനം വെച്ചിട്ട് അയാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയോ? അപ്പൊ ഒന്നല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ വിദ്യാസാഗർ, ഇത് KVS ഹരിദാസ് അല്ല, ഇത് MK ഹരിദാസ് ആണ്. അല്ല, ഇദ്ദേഹം BJPയുടെ അനുഭാവിയാണ്, എനിക്കറിയാം. അല്ല അതേ പഴയ CPM-കാരനാണ്. ഇപ്പോഴോ? അല്ല അങ്ങനെ പറയരുത്, ദയവ് ചെയ്തിട്ട് അങ്ങ് അത് പറയരുത്. അത് ഞാൻ പഴയ CPM-കാരനാണ്, ഞാൻ ഒരിക്കലും BJPയുടെ അനുഭാവിയല്ല, മോദിയുടെ ആരാധകനല്ല, അമിത്ഷായുടെ ആരാധകനല്ല. ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരെയും വെറുപ്പിന്റെ പുറത്തു വന്ന വലിയ വിദ്യാഭ്യാസമുള്ള വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നിട്ട് ആ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിടാൻ മോദിക്ക് പറ്റി. പിണറായി വിജയന്റെ രോമം പറിക്കാൻ പറ്റിയോ? ശരിദാസ് തുടരാം. താങ്കൾക്ക് താങ്കളുടെ കാഴ്ചപ്പാടിൽ ഉറച്ചു വിശ്വസിക്കാം. പിണറായി വിജയനെ തൊടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകിൽ പിണറായി വിജയൻ ചെയ്തു എന്ന് പറയുന്ന തെറ്റായ കാര്യങ്ങൾ മുഴുവൻ കെട്ടിച്ചമച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കക്കാൻ അറിയുന്നവന് നിൽക്കാൻ അറിയണം എന്നുള്ള പ്രിൻസിപ്പാൾ ഒരു കോളേജ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പാളാകാൻ തീർച്ചയായിട്ടും കഴിവുള്ള വ്യക്തിയായിരിക്കും നമ്മുടെ പിണറായി വിജയൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പിടിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് രാജിവെക്കാൻ പറയും കേന്ദ്രത്തിൽ. ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ ഒരുക്കാൻ അറിയാവുന്ന ഒരു വിദഗ്ധനാണ് ഇയാളെന്ന് ഞാൻ പറയാൻ കാരണം, ഇയാളെ പിണറായി വിജയനെ ന്യായീകരിക്കല ചെയ്തത്. ഞാൻ പറഞ്ഞത് പിണറായി വിജയനും കുടുംബവും നടത്തിയിട്ടുള്ള അഴിമതി ഒക്കെ കൊണ്ടുവന്നിട്ടും അയാൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നതിന്റെ അർത്ഥം അയാൾ വളരെ ചൂടായ ഒരു പൊളിറ്റീഷ്യനാണെന്ന് ഞാൻ പറഞ്ഞത്. കാര്യം നേടിയെടുക്കാൻ കേമനാണ് പിണറായി. താങ്കളും ഞാനും പറയുന്ന ലക്ഷ്യം താങ്കളും ഞാനും പറയുന്ന ലക്ഷ്യം ഒന്നാണ്. പിണറായി വിജയൻ്റെ ഭരണശൈലിയും പിണറായി വിജയൻ ഭരണശൈലിയിൽ ഇരുന്നു കൊണ്ട് മകളെ കൊണ്ട് പോലും ചെയ്യാത്ത സേവനത്തിന് 1.72 കോടി രൂപ വാങ്ങിച്ച കേസുകളൊക്കെ എവിടെ എത്തി? ഇതൊക്കെ ഒരുപാട് ചർച്ചയിൽ ശ്രീ അനിൽ നമ്പ്യാർക്കറിയാം, ഞാനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ പിണറായി വിജയൻ ചെയ്ത തെറ്റുകളുടെ തെളിവുകളിലൂടെ പിണറായി വിജയനെ അകത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പിണറായി വിജയന്റെ കഴിവായിട്ടല്ല ഞാൻ കാണുന്നത്, മറിച്ച് മറ്റേയിടത്തെ, അതായത് ആരാണോ അന്വേഷിക്കുന്നത് അവരുടെ കഴിവുകേടായിട്ട് എനിക്ക് കാണാൻ
സാധിക്കുള്ളൂ. അല്ല സർ, ഇനി ഞാൻ ഞാനതാണ് പറഞ്ഞത്. വിഷയത്തിലേക്ക് വരാം. ഒറ്റയ്ക്ക് അപ്പൊ ബ്രെഡ് ഇവിടെ ഈ കഴിക്കുന്നില്ല. പവർ ഗ്രൂപ്പ് പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല ബ്രെഡ് കഴിക്കുന്നത്, കുറെ പേർക്ക് കഷ്ണം കിട്ടുന്നുണ്ടാണ് അവരൊന്നും ചെയ്യാത്തതെന്ന് ഞാൻ പറഞ്ഞത്. ശരി, യെസ് യെസ്. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ നികുതിദായകർ ഭയവിഹുലരാണ്. ശ്രീ ഗുരുമൂർത്തി, ആഭ്യന്തര വകുപ്പിലത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP കൊലപാതകിയാണ്, കള്ളക്കടത്തിന്റെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭരണകക്ഷി MLA വിളിച്ചു പറയുമ്പോൾ താങ്കൾ എന്നെ വിശേഷിപ്പിച്ചതൊക്കെ തെറ്റാണ്. എല്ലാ രാഷ്ട്രീയക്കാരെയും പരമപുച്ഛത്തോടു കൂടി കാണുന്ന ഞാൻ പറയുന്നു, നികുതിദായകരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പേടി തോന്നുന്നു. ഇവിടെ ഒരു ആഭ്യന്തര ഞങ്ങൾ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ പോലീസിനെ ഭരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP കൊലപാതക കേസിലെ പ്രതിയാണെന്നും അദ്ദേഹം കള്ളക്കടത്തുകാരുടെ രാജാവാണെന്നൊക്കെ ഒരു ഭരണകക്ഷി MLA വിളിച്ചു പറയുന്ന സംസ്ഥാനത്ത് കൃത്യമായ നികുതി കൊടുക്കേണ്ടി വന്നല്ലോ എന്നുള്ള ആകുലതയിലാണ് ഞാനിതൊക്കെ പറയുന്നത്. അവിടെ പിണറായി വിജയന്റെ കഴിവുകേടോ അല്ല എൻ്റെ മുന്നിലെ പ്രശ്നം. നമുക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി എന്താ പറയുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം എന്തൊരു മാറ്റമാണ് കേരളത്തിന്. അദ്ദേഹം ആ പറഞ്ഞതിന്റെ നാനാർത്ഥത്തിലൊരു ഭാഗമാണ്. എന്തൊരു മാറ്റമാണ്. ADGP കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുക, ADGP കൊലപാതക കേസിലെ പ്രതിയാവുക, ADGP മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഏകദേശം 20 കോടി രൂപയുടെ വീട് പണിയുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഇന്റലിജൻസ് അറിഞ്ഞിട്ടില്ല. പറയട്ടെ ശ്രീ അനിൽ നമ്പ്യാർ, എന്ത് പ്രതിപക്ഷമാണ് നമ്മുടെ കേരളത്തിലെ. ഒരു ഡ്രോയിങ്, അതായത് ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് ഒരു വീട് പണിയുമ്പോൾ ഒരു ഡ്രോയിങ് കോർപ്പറേഷനിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളമുണ്ട്. ആ കോളത്തിൽ ആരാണ് ആ വീടിൻ്റെ ക്ലൈൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ആ ആർക്കിടെക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വീട് പണിയുന്നു എന്ന് ഇന്ന് അൻവറിനെ കൊണ്ട് അൻവറിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നവർ പറയിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി എന്താണ്? എന്തിനാണ് ഈ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ മാത്രമായിട്ട് ഇങ്ങനെ ഒരു പ്രതിപക്ഷം? നമുക്ക് ADGP ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്നതൊന്നും പ്രതിപക്ഷം അറിഞ്ഞില്ല. ശരി, അതിനുള്ള കഴിവില്ലാതെ പോകട്ടെ. ഒരു ADGP കനകക്കുന്ന് കൊട്ടാരത്തിന് തൊട്ടടുത്തായിട്ട് ഒരു മണിമാളിക പണിതുയർത്തുന്ന കാര്യം പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന്റെ വീക്ക്നെസ് ആണ്. പറയുന്നത് കൊണ്ട് ശ്രീ അനിൽ നമ്പ്യാർ വിഷമം തോന്നരുത്. നിങ്ങൾ മാധ്യമങ്ങളും ഈ കാര്യത്തിൽ, ഞാൻ സത്യത്തിൽ തിരുവനന്തപുരത്ത് എന്നെ പോലുള്ള വിവരാവകാശ പ്രവർത്തകരുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു മണിമാളിക പൊങ്ങിയെന്നുണ്ടെങ്കിൽ ആ സൈറ്റിലെ ഏതെങ്കിലും നിലയ്ക്ക് പോയിട്ട് ഇത് ആർക്കാണെന്നെങ്കിലും ചോദിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടുത്തെ എല്ലാവിധ സംവിധാനങ്ങളും അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഈ വിളിച്ചു പറയലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അൻവറെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് CPM എന്ന് പറയുന്ന കേഡർ പാർട്ടി മാറിയെങ്കിൽ അത് അപച്യുതിയാണ്. അത് നാളെ ഈ പാർട്ടി നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയാണ്. മറിച്ച് അൻവർ ഈ പറയുന്നത് അൻവറിന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് നല്ലൊരു മാർഗരേഖ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വരി കൂടി പറഞ്ഞു നിൽക്കുകയാണ്. ഈ അജിത് കുമാർ, ഈ ശിവശങ്കരൻ സസ്പെൻഷനിലായിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഒരു ചുരുങ്ങിയ കാലം സേവനത്തിലിരുന്നില്ല അനിൽ നമ്പ്യാർ. ഈ അജിത് കുമാറും വന്നിട്ട് സേവനത്തിലിരിക്കത്തക്ക തോതിൽ ഈ 6 മാസം കൊണ്ട് ഈ അന്വേഷണം ഒന്നും എവിടെ എത്തില്ല. കാരണം ജുഡീഷ്യൽ അന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ട ഒരു സംഭവം ഈ അജിത് കുമാറിന്റെ കൂടെ കളിച്ചിരുന്ന ഒരു പത്മകുമാറിനെയോ ഒരു വെങ്കടേഷിനെയോ ഏൽപ്പിച്ചുകൊണ്ട് ഇതിന്റെ സത്യം പുറത്തു വരുമെന്ന് വിചാരിച്ച് ഈ ചർച്ച അവസാനിപ്പിച്ച് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മളോളം വലിയ വിഡ്ഢികൾ ലോകത്തിലില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെൻകുമാർ സാർ, ഈ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സിൻ്റെ ദാസ്യപ്പണി ചെയ്യാത്ത പോലീസുകാർ നമുക്കത് സ്വപ്നം കാണാൻ പറ്റുമോ? ഇപ്പോൾ താങ്കൾക്കൊക്കെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നത് അതുകൊണ്ടാണ്. നെഞ്ച് വിരിച്ച് പ്രവർത്തിച്ചു, നട്ടെല്ല് വളച്ചില്ല. പക്ഷേ നോക്കൂ, ഈ അജിത് കുമാർ തന്നെ, അദ്ദേഹം വിജിലൻസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന സമയത്താണ് സ്വപ്ന സുരേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സരിത്തിനെ അദ്ദേഹത്തിൻ്റെ വിജിലൻസ് പോലീസാണ് പോയി പിടിച്ചുകൊണ്ട് പോയത്. അന്ന് ആ നടപടിയെ തുടർന്ന് ഒരാഴ്ചയോ മറ്റോ സസ്പെൻഷനിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സ്വർണ്ണത്തളികയിലാണ് ഈ ADGP ലോ ആൻഡ് ഓർഡർ ആ ചുമതല കൈമാറിയത്. അപ്പോൾ നോക്കൂ, രാഷ്ട്രീയ നേതൃത്വത്തിന് ആവശ്യം അവർ പറയുന്നത് എന്തും നടപ്പിലാക്കുന്ന ആളുകളെയാണ്. അജിത് കുമാർ അങ്ങനെയായിരുന്നു, വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു ഡോഗായിരുന്നു. അത് പരമാവധി അദ്ദേഹത്തെ ഉപയോഗിച്ചു, അല്ലേ? ഇനിയും ഒരുപക്ഷെ ആവശ്യമുണ്ടായിരിക്കാം. കാരണം ഈ പല അന്തർനാടകങ്ങളെക്കുറിച്ചും അറിയാവുന്നൊരു വ്യക്തിയായിരിക്കാം അദ്ദേഹം. അതുകൊണ്ട് തന്നെ നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ ഈ അന്വേഷണം പ്രഹസനമാണ്. കാരണം
പിന്നെ ഒരേ റാങ്കിലുള്ളവരെ കൊണ്ടൊക്കെയാണ് അന്വേഷിപ്പിക്കുന്നത്. ഇവർക്ക് പരസ്പര ബന്ധം ഉണ്ടായിരിക്കാം. അന്വേഷണത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കിപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇവർ തന്നെ വീണ്ടും ഈ കസേരകളിൽ തിരിച്ചെത്തില്ലേ? ഇതിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രകാശ് സിംഗ് കേസിൽ, ഞാനൊക്കെ ആശ്രയിച്ചിരുന്ന പ്രകാശ് സിംഗ് കേസിൽ ഉണ്ടായ ഒരു തെറ്റായ പ്രവണതയാണ്. ആ പ്രകാശ് സിംഗ് കേസിൻ്റെ ആക്ച്വലി DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ADGP റാങ്കിലുള്ള 30 വർഷം സർവീസുള്ള എല്ലാവരിൽ നിന്നും എടുത്തിട്ടാണ് ഈ DGPയെ തിരഞ്ഞെടുക്കാൻ പാനൽ ഉണ്ടാക്കുന്നത്. വാസ്തവത്തിൽ അതിലൊരു കണ്ടീഷൻ വേണ്ടതായിരുന്നു. ഈ 3 പേരുടെ പാനൽ, 3 പേര് ക്ലിയർ ആയിട്ടുള്ളവരുടെ പാനൽ എടുത്താൽ അതിൽ സീനിയർ മോസ്റ്റ് ആയിരിക്കണം DGP എന്നൊരു നിർദ്ദേശം വേണ്ടതായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കുറേയും കൂടി കൺട്രോൾ അവർക്ക് ഉണ്ടാക്കാമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 വർഷം സർവീസ് കിട്ടുന്ന DGP കുറേ കൂടി തത്വദീക്ഷ പാലിച്ച്, അതായത് കുറച്ചുകൂടി ധൈര്യമൊക്കെ സംഭരിച്ച്, എന്നെ പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് എൻ്റെ കീഴിൽ ഉള്ള സംവിധാനത്തിന് രാഷ്ട്രീയ ഇടപെടലുകൾ കഴിയുന്നത്ര കുറയ്ക്കും, മനുഷ്യന് നീതി നൽകുന്ന വിധത്തിൽ പ്രവർത്തിക്കും, എൻ്റെ താഴെയുള്ള ഓഫീസർമാർക്ക് ഞാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും, അവർ രാഷ്ട്രീയമായിട്ടുള്ള കൈക്കോടാലികളാകാൻ സാധ്യതയിൽ ഇല്ലാത്ത വിധത്തിൽ ഞാൻ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുക കൂടി വേണം. അപ്പോൾ ഈ 2 വർഷം പീരീഡ് കൊടുത്ത് ചീഫ് സെക്രട്ടറിക്ക് അത് കൊടുക്കുന്നില്ല. ചീഫ് സെക്രട്ടറി 1 മാസം ഉള്ള സമയത്ത് വന്നാലും 1 മാസം കൊണ്ട് അത് അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്. ആ സമയം ഒരു DGP ആയിട്ട് വന്നാൽ മിനിമം 2 വർഷത്തേക്കുള്ള എൻഷുർ ചെയ്ത് കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അപ്പം അങ്ങനെ വരുന്ന DGPമാർ ആ 2 വർഷത്തെ കാലത്തേക്ക് ഞങ്ങളുടെ കീഴിൽ ശരിയായ ഭരണം നടക്കുന്നു എന്ന് ഉറപ്പാക്കണം. അത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ആ പ്രൊട്ടക്ഷൻ സുപ്രീം കോടതി കൊടുത്തത്. അതിപ്പോൾ നടപ്പാവുന്നില്ല എന്നുള്ളതാണ് കഷ്ടകരമായിട്ടുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്, തീർച്ചയായിട്ടും വളരെയധികം രാഷ്ട്രീയക്കാർക്ക്, ഏകദേശം ഞാനൊരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 90-95% രാഷ്ട്രീയക്കാർക്കും താല്പര്യം അവർ പറയുന്നത് അനുസരിക്കുന്ന ഉദ്യോഗസ്ഥന് തന്നെയാണ്. അവർ എന്ത് പറഞ്ഞാലും, തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും വേറെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, അതിന് എതിർപ്പില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് നോക്കിയാലേ അറിയാം, എല്ലാ ഭരണകൂടങ്ങളും LDF ആയാലും UDF ആയാലും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്കൊന്നും ഈ ജനാധിപത്യത്തിലെ താങ്ങി നിർത്തുന്ന ഭരണഘടനയോടോ ആ നിയമങ്ങളോടോ അല്ല അവർക്കുള്ള താല്പര്യമുള്ളത്. അവർ അതാത് സമയത്ത് രാഷ്ട്രീയക്കാർ പറയുന്നത് 100% അനുസരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലയിലേക്ക് മാറുകയും ഇപ്പോൾ താഴെയുള്ള പല ഉദ്യോഗസ്ഥന്മാരും മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഓവർടേക്ക് ചെയ്ത് അവർക്ക് സ്വന്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ ADGP ലോ ആൻഡ് ഓർഡറിന് മാത്രം ഒരു IPS ഉദ്യോഗസ്ഥൻ സഹായിയായിട്ട് കൊടുക്കുക, മറ്റൊരു സ്ഥലത്തും ഇല്ലേ അത്. ഇപ്പം ആകെ കൂടി ഒരു IAS ഉദ്യോഗസ്ഥൻ സഹായിക്കാനുള്ളത് ചീഫ് സെക്രട്ടറിയെ മാത്രമാണ്. കാരണം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് നോക്കാനായിട്ട്, അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്. ഇത് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നതാണ്. ഇത് DGPക്ക് പോലും അങ്ങനെ ഒരു IPS ഉദ്യോഗസ്ഥന് DGPയുടെ അങ്ങനെ ഒരു പേഴ്സണൽ സഹായിയായിട്ടില്ല. അപ്പം അതൊക്കെ ഉണ്ടാക്കുക. അപ്പം പുതുതായിട്ട് ഒരു സീനിയർ DYSPയെ വേണ്ട കാര്യമാണ്. ഒരു IG-യുടെ കൂടെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഒരു ADGPയുടെ കൂടെ സഹായിക്കാൻ പരമാവധി ഉണ്ടാവേണ്ടത് ഒരു DYSP ആണ്. ആ DYSPക്ക് പകരം ഒരു IPS ഉദ്യോഗസ്ഥന് തന്നെ ADG ലോ ആൻഡ് ഓർഡറിന് സഹായിക്കാൻ ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ ഇല്ലാത്ത കുറേ അധികം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് മറ്റ് സീനിയർ ഉദ്യോഗസ്ഥന്മാരെയെല്ലാം അവഗണിക്കാമെന്നുള്ള ഒരു തൻ്റെ ഇടം, ഒരു അഹങ്കാരം ഉണ്ടാക്കിയെടുക്കുക. ആ അഹങ്കാരത്തിൻ്റെ ചുവട് പിടിച്ച് ബാക്കി എല്ലാവരെയും ഉപദ്രവിക്കാൻ നടക്കുക. ആ ഉപദ്രവത്തിൻ്റെ മേഖലകളിൽ താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥരും മിഡിൽ ഓർഡറിലുള്ള ഉദ്യോഗസ്ഥരും
മുതിർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും എല്ലാം വരിക. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ സിസ്റ്റം ടോട്ടലി ഇല്ലാതായി പോകുക. അങ്ങനെ ആ സിസ്റ്റത്തിന് ആൾറെഡി രാഷ്ട്രീയത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് ആകെ അമ്പരന്ന് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ആ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറിയാൽ തീർച്ചയായിട്ടും ആ സിസ്റ്റം ടോട്ടലി തകർന്നു പോകും. അങ്ങനെയാണ് കേരള പോലീസ് ഇപ്പോൾ ഇത്രയും തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പം PV അൻവർ ആ പരാതി റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ഒരു NIA അല്ലെങ്കിൽ CBI അന്വേഷണം ഏർപ്പെടുത്തുക. രണ്ടാമത് PV അൻവർ പറയുന്നത് ശരിയല്ലെങ്കിൽ അജിത് കുമാർ PV അൻവറിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് അനുമതി കൊടുക്കുക. അജിത് കുമാർ PV അൻവറിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്ത് അത് സ്ഥാപിക്കട്ടെ, ആ PV അൻവർ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന്. ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഈ കാര്യങ്ങളിൽ ഒരു കൃത്യത വരണ്ടേ? ഇതിപ്പോൾ ഏതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഇയാൾ മർഡർ കേസിലെ പ്രതിയാണെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണോ? അതല്ലെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കുന്ന സംഘത്തിൻ്റെ നേതാവാണെന്ന് നമ്മൾ വിശ്വസിക്കണോ? അപ്പോൾ അതിനൊരു തീർപ്പുണ്ടാവണ്ടേ? ആ തീർപ്പുണ്ടാവണമെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി, ഇത്രയും ഹയർ ലെവലിലുള്ള ഒരു ഓഫീസറെ പറ്റി ഒരു ഭരണകക്ഷി MLA തന്നെ പരാതി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു ഏജൻസി, അതല്ലെങ്കിൽ ഇതേപ്പറ്റി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ ജുഡീഷ്യൽ അന്വേഷണത്തെക്കാളും എഫക്റ്റീവ് ആകുക ഒരു NIA അന്വേഷണമോ അതല്ലെങ്കിൽ ഒരു CBI അന്വേഷണമോ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അതിന് തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിഫമേഷൻ കേസ് ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ ചീഫ് മിനിസ്റ്റർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് P. ശശിയെ മാറ്റാൻ വേണ്ടി അതിന് ഉന്നം വെച്ചിട്ട് അജിത് കുമാർ വഴി P. ശശിയെ മാറ്റേണ്ട ആവശ്യമൊന്നും ചീഫ് മിനിസ്റ്റർക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ചീഫ് മിനിസ്റ്റർക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ മിനിറ്റിൽ മാറാവുന്ന ഒരാളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അത്രേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് P. ശശിയെ മാറ്റാൻ വേണ്ടി ഇത്രയും വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇവിടുത്തെ പോലീസ് സിസ്റ്റം മുഴുവൻ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഹൈറാർക്കിയൽ കൺട്രോൾ മുഴുവൻ പോയിരിക്കുന്നു. അതിൽ ഭരണഘടനയോടും നിയമത്തോടുമുള്ള ബാധ്യത ഇല്ലാതായിരിക്കുന്നു. അങ്ങനെയുള്ള കുറേ വളരെ ഭീഷണങ്ങളായുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ഭീഷണങ്ങളായ കാര്യങ്ങളെ മാറ്റി അത് ഭരണഘടനയ്ക്കും നിയമത്തിനും നീതിക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാക്കിയെടുക്കാനായിട്ടുള്ള അടിയന്തര നടപടികളാണ് ഇപ്പോൾ വേണ്ടത്. ഓക്കെ സർ. യെസ്, വിദ്യാസാഗർ, ഈ അന്വേഷണങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? എന്തായാലും കേരളത്തിലെ പോലീസിനെ കുറിച്ച് പൊതുസമൂഹത്തിന് ഇപ്പം നല്ലൊരു ഒരു ധാരണ കിട്ടിയിരിക്കുന്നു. അതിപ്പോ മാത്രമൊന്നുമല്ല പിണറായി വിജയൻ ഈ ഒരു എക്സ്റ്റെൻഡിൽ പോകുന്ന കരുതിയിട്ടില്ല. കാരണം നോക്കൂ, സ്വർണ്ണക്കടത്തിൻ്റെ സംഘത്തലവൻ, പിന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, കൊലപാതകി, ഇതൊക്കെ നോക്കൂ, നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. അല്ല, ഞാനിവിടെ പറഞ്ഞത് നമ്മൾ വിചാരിക്കും ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ കളിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. കാരണം പഴയതുപോലെ CPM-ന്റെ അകത്ത് പിണറായി വിജയന് ബലം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല വിവാദങ്ങൾ കൊണ്ട് പാർട്ടി ആകെ നാറിയിരിക്കുന്ന ഒരു സമയം ഉണ്ടാക്കി വെച്ചത് പിണറായി വിജയനും കുടുംബവുമാണെന്നുള്ളത് ഉള്ളിൽ വലിയ, നമ്മൾ പുറത്ത് കാണുന്നതിനപ്പുറത്തെ വലിയ പുകയാണ്. പക്ഷേ പാർട്ടിയിൽ പലരോടും കൺവിൻസ് ചെയ്തും പലരെയും ശീതസമരത്തിൽ നേരിട്ടും കൊണ്ട് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ പഴയതുപോലെ സെക്രട്ടറിയോട് എണീച്ചു പോകാമെന്നും പറയാൻ പറ്റില്ല. P. ശശിയോട് എന്നാ നിങ്ങൾ ഇനി നാളെ പോലെ വരണ്ട എന്ന് പറയാനുള്ള അത്രയുള്ള ഒരു കമാൻഡ് പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ആഭ്യന്തര മന്ത്രിക്ക് തന്റെ മൂക്കിന് താഴെ ഇരിക്കുന്ന ADGP-യെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് ശശിയെ നിയന്ത്രിക്കുന്നത്. ADGP-യെ തേർവാഴ്ചയ്ക്ക് വിട്ടിരിക്കുകയാണ്. കവടയാർ ഈ അൻവർ വെറുതെ ഒന്നല്ല ഉന്നയിച്ചിരിക്കുന്നത്. അൻവർ ഉത്തരം പറയേണ്ടി വരും. അൻവർ അവിടെ ഇത്രയും യൂസഫ് അലിക്ക് സ്ഥലമുള്ളിടത്ത് തൊട്ടടുത്ത പ്ലോട്ട് 75 ലക്ഷം രൂപ സെന്റിന് വരുന്ന പ്ലോട്ടാണ് അജിത് കുമാർ 10 സെന്റ്, അയാളുടെ സഹോദരൻ 12 സെന്റ് വാങ്ങിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അപ്പൊ അത്രയും അധികം തലസ്ഥാനത്ത് ഭീകരമായൊരു വളർച്ച ADGP-ക്ക് ഉണ്ടായിട്ടുണ്ട്. അയാളെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതിന് കാരണം അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന കമാൻഡ് പിണറായി വിജയൻ ആണെങ്കിൽ അതൊരിക്കലും നടക്കില്ല. കാരണം അവിടെ വേറൊരു കമാൻഡ് വന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ എക്സ്ട്രാ വന്നിരിക്കുന്ന സിസ്റ്റിനെ, ആ ട്യൂമറിനെ എങ്ങനെ മുറിച്ചു കളയാം, സർക്കാരിന് ചീത്തപ്പേര് കേൾക്കാത്ത രീതിയിൽ എന്നാണ് അന്വേഷിക്കുന്നവര്. അതിനുവേണ്ടിയാണ് ഇത്രയും സമയവും ജാഗ്രതയും എടുക്കുന്നത്. PV അൻവർ എന്തായാലും പിണറായി വിജയനെ പിണക്കില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അവർ തമ്മിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള
ബിസിനസ് സൗഹൃദങ്ങൾ പോലും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വാർത്തകൾ. അങ്ങേക്ക് പറയാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഒരു MLA നീ അധിക ദിവസം ഇവിടെ വരണ്ട, 5 ദിവസമൊക്കെ വന്നാൽ മതി, ബാക്കി നീ ആഫ്രിക്കയിൽ പോയിട്ട് സ്വർണം കുഴിച്ചെടുത്തോ എന്ന് പറഞ്ഞു വിട്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞു വിടണമെങ്കിൽ എത്രത്തോളം സ്വാധീനം അൻവറിനുണ്ടാവും? അപ്പൊ ഇതൊക്കെ ലാഭം നോക്കിയുള്ള കച്ചവടമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്തവണ നമ്മൾ നിർത്തുകയാണ്. ഇത്തവണ ഇതിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ട് വരും, നോക്കിക്കോളൂ. ഈ EP ജയരാജൻ പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അതുപോലെ തന്നെ ശശിക്കും വിട പറയേണ്ടി, ഒന്നല്ലെങ്കിൽ ശശി അല്ലെങ്കിൽ പിണറായി വിജയൻ, രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു നല്ല ഡാമേജ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവും എന്ന കാര്യം സംശയമില്ല. പക്ഷെ എന്നാലും അടുത്ത തവണയും പിണറായി വിജയേട്ടൻ തന്നെ ഭരണത്തിൽ വരണം എന്ന് വിചാരിക്കുന്ന ഒരു മൂന്നാം പാർട്ടി അല്ലെങ്കിൽ ഒരു മൂന്നാം ശക്തി പിണറായി വിജയനെ സഹായിക്കുക തന്നെ ചെയ്യും. ശ്രീ ഹരിദാസ്, ഒരു വാക്കിൽ നമുക്ക് ഉപസംഹരിക്കാം. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഒരു ജില്ലയുടെ പോലീസ് മേധാവി ഒരു MLA വിളിച്ച് പറയുകയാണ്, എനിക്ക് 25 കൊല്ലത്തെ സർവീസ് ബാക്കിയുണ്ട്, ഞാൻ അങ്ങയുടെ അടിമയായിരിക്കാം, എനിക്കെതിരെയുള്ള പരാതി പിൻവലിച്ചാൽ. അനിൽ നമ്പ്യാർ, ഇത്രയേ ഉള്ളൂ. ഇതുപോലൊരു നാറിയ ഭരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരള പോലീസിൽ ഇത്തരത്തിൽ ഷണ്ടന്മാരായിട്ട് അടിമത്തത്തിന് വിധേയരായിട്ട് എത്ര പോലീസുകാർ, എത്ര MLA-മാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു. നാളെ ഒരു MLA-ക്കെതിരെ പരാതിയുമായി ഒരു പീഡനക്കേസിൽ ഒരു പെൺകുട്ടി സമീപിക്കുന്ന ഒരു IPS ഓഫീസർ ഇത്തരത്തിലൊരു MLA-യുടെ ആജ്ഞാനുവർത്തിയാണെങ്കിൽ ആ MLA-ക്ക് വേണ്ടപ്പെട്ടവനാണ് പ്രതിയെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇവിടെ നീതി ലഭിക്കുമോ എന്നുള്ള ആശങ്കയോടുകൂടി ഒരു ഗുഡ് നൈറ്റ്. എന്തായാലും മാഫിയകളെ പോലും നാണിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം. സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ മാസങ്ങളോളം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സ്വഭാവം മാറുന്നില്ല. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. അൻവറിൻ്റെ ആരോപണങ്ങളിൽ സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടക്കണം. ഈ വൃത്തികേടുകൾക്കൊക്കെ കൂട്ടുനിന്ന എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.